ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പീപ്പിൾസ് മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ മീഡിയ ജനപക്ഷപഥലിൻ്റെ ദൃഷ്ടി എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ പ്രബീർ പുർഗായസ്ത മുഖ്യപ്രഭാഷണം നടത്തി. ഏതുതരം മാധ്യമങ്ങളായാലും അത് ആത്യന്തികമായി ജനങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. പറയുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കും പറയാൻ മാധ്യമ മേഖലകളിൽ ഇടമുണ്ട്. ബഹുജന മാധ്യമങ്ങളെ അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകരമായാണ് ഭരണകൂടം കാണുന്നതെന്ന് ഡോക്ടർ പ്രബീർ പുർഗായസ്ത പറഞ്ഞു. So printing press makes it possible to create, in this sense, mass media, which was at that time newspapers and so on, but also creates the need then of the rulers to see that what is being printed, what is being published should be quote unquote controlled, or simple terms, censored. That if you write something that the king doesn't like, the ruler doesn't like, well, you can use your head, those times you did, but at least you could be more easily put into jail. So that this becomes then the arena of struggle. Who controls what people are reading, and how do the rulers control that what is being read by the people should be according to what they want. ഡോക്ടർ ബി ശിവദാസൻ എം പി അധ്യക്ഷനായി. മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയും ചേർന്ന് ഡോക്ടർ പ്രബീർ പുർഗായസ്തയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരെ ഡോക്ടർ പ്രബീർ പുർഗായസ്ത ആദരിച്ചു. MK മനോഹരൻ, TK ഗോവിന്ദൻ, PK വിജയൻ, മുകുന്ദൻ മീത്തിൽ, VVP മുസ്തഫ, വെങ്കടേഷ് രാമകൃഷ്ണൻ, സരിൻ ശശി എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.